നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് പിസ്സ സോസ് ആണ്. പിസ്സ സോസ് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ടേസ്റ്റി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. പിസ്സ തയ്യാറാക്കുന്ന വീഡിയോ ഇതിനു മുമ്പ് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കൂട്ടോ. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് പിസ്സ സോസ് തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 തക്കാളി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെ നല്ല പഴുത്ത തക്കാളിയാണ്. പിന്നെ ഞാനിവിടെ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഒരു ചെറിയ സവോള ഇതുപോലെ മുറിച്ചെടുത്തത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്, പിന്നെ ഒരു 10-12 വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തത്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മിക്സ്ഡ് ഹെർബ്സ് ആണ്. ഇത് ഞാൻ 1/2 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓർഗാനോ ഫ്ലേക്സും ബേസിൽ ഫ്ലേക്സും സെപ്പറേറ്റ് ആയാലും എടുക്കാം. പിന്നെ ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂൺ. ചില്ലി ഫ്ലേക്സ് ഒക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് 3 ടേബിൾ സ്പൂൺ. ഒലീവ് ഓയിൽ 3 ടേബിൾ സ്പൂൺ. ഒലീവ് ഓയിലിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിലായാലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കരുത് കേട്ടോ. വെളിച്ചെണ്ണയ്ക്ക് ഉപയോഗിക്കുമ്പോൾ വേറൊരു ഫ്ലേവർ വരും. പഞ്ചസാര 1/2 ടീസ്പൂൺ. ആവശ്യത്തിന് ഉപ്പ്. ആദ്യം നമുക്ക് ഈ തക്കാളി ഒന്ന് ഇതുപോലെ ഒന്ന് ക്രോസ് കട്ട് ചെയ്യാം. നമ്മളിതിപ്പോൾ എന്തിനെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഈ തക്കാളി പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും. ഇതുപോലെ ഈ തക്കാളി ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഈ വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 4-5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും ഇത് കുക്കായിട്ട് വരും. ഇനി ഇത് തുറന്ന് നോക്കാം. ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ തക്കാളി ഇതുപോലെ തൊലിയൊക്കെ ഇളകി മാറി തുടങ്ങിയിട്ടുണ്ട്. ഇത് മതി ഈ ഒരു രീതിയിൽ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. അതിനുശേഷം നമുക്ക് ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇപ്പൊ നമ്മുടെ തക്കാളി ആവശ്യത്തിന് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിന്റെ സ്കിന്നൊന്ന് മാറ്റിയെടുക്കാം. അത്യാവശ്യം ചൂടുണ്ട്. എല്ലാ തക്കാളിയും ഇതുപോലെ തന്നെ നമുക്ക് തൊലി കളഞ്ഞെടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു പോർഷൻ നമുക്ക് മാറ്റാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ തക്കാളിയുടെ കുരു കളഞ്ഞെടുക്കാം. കുരു കളയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി. ഈ ഒരു പോർഷൻ നമുക്ക് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഇപ്പോൾ കണ്ടില്ലേ കുരുവൊക്കെ ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് കളയണില്ല. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ. ഞാനിത് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കാതെയാണ് ഞാൻ ഇതുപോലെ അരച്ചെടുത്തത്. ഇനി നമുക്കൊരു കടായി എടുക്കാം. കടായി ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് വെളുത്തുള്ളി മുറിച്ചത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് വഴന്ന് വരട്ടെ. വെളുത്തുള്ളി പേസ്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ പിസ്സയുടെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ ആ വീഡിയോയിൽ പിസ്സ സോസ് കൂടി ഉണ്ടാക്കുന്നത് കാണിച്ചിരുന്നു. ആ സമയത്ത് ഞാൻ വെളുത്തുള്ളി അരച്ചിട്ടായിരുന്നു ചേർത്ത് കൊടുത്തിരുന്നത്. ഇനി നമുക്കിതിലേക്ക് സവോള മുറിച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആ വീഡിയോ ചെയ്തിരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് ക്യാപ്സിക്കം അതുപോലെ തന്നെ മൊസറല്ല ചീസൊക്കെ ചേർത്ത് കൊടുത്തിരുന്നു. റെസിപ്പിയിൽ കുറച്ചൊരു വ്യത്യാസം ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ചെയ്തിരുന്നത്. പല രീതിയിൽ ഞാൻ പിസ്സ സോസ് തയ്യാറാക്കാറുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. ഇത് മതി. ഇതിപ്പോൾ ആവശ്യത്തിന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ്ഡ് ഹെർബ്സ് ചേർത്ത് കൊടുക്കാം. ഉപ്പും പഞ്ചസാരയും ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഈ അരച്ച് വെച്ച ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതിലേക്ക് ഇനി ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം.
ഉപ്പ് കുറച്ച് കുറവാണ്, ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിന് ഒന്ന് കുറുകി വരട്ടെ. ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് വറ്റി വരട്ടെ. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ പിസ്സ സോസ് റെഡി ആയിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് നന്നായിട്ട് തന്നെ. ഇത് മതി. ഈ ഒരു തിക്നെസ്സോട് കൂടി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിന് തണുക്കുമ്പോൾ കറക്റ്റ് തിക്നെസ് ആയി മാറും. അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ സോസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു 2-3 ദിവസമൊക്കെ വരെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റും. ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെച്ചാൽ മതി. പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പിസ്സ സോസ് തയ്യാറാക്കി എടുക്കാം. അത് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാം. ഈ ടൊമാറ്റോ കെച്ചപ്പിലേക്ക് മിക്സ്ഡ് ഹെർബ്സ് ചേർക്കാം, പിന്നെ ഉപ്പ് ആവശ്യത്തിന്, പിന്നെ ചില്ലി ഫ്ലേക്സ് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള പിസ്സ സോസ് തയ്യാറാവും. പക്ഷെ ആ പിസ്സ സോസും ഈ പിസ്സ സോസും ശരിക്കും പറഞ്ഞാൽ ടേസ്റ്റ് രണ്ടും രണ്ടാണ്. ശരിക്കും ടേസ്റ്റ് വൈസ് നോക്കുമ്പോൾ ഇത് തന്നെയാണ് ടേസ്റ്റ് കൂടുതൽ. ഇത് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാമെന്ന് മാത്രം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, നമുക്ക് ഇതിലേക്ക് ക്യാപ്സിക്കം അതുപോലെ തന്നെ മൊസറല്ല ചീസൊക്കെ ചേർത്തിട്ട് അങ്ങനെ തയ്യാറാക്കി എടുക്കാം. അതിന്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഞാൻ നേരത്തെ പിസ്സ ഇട്ടിരുന്നതിനോട് കൂടി തന്നെയാണ് പിസ്സ സോസും തയ്യാറാക്കിയ വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂട്ടോ. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിമിഷാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തോളൂട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. മറ്റൊരു അടിപൊളി റെസിപ്പി നമുക്ക് വീണ്ടും കാണാം.